വിഷുവിന് കണി വയ്ക്കാനുള്ള ഉടയാട ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിന് ആകെ വേണ്ടത് ഒരു നീളത്തിലുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഇത് സാറ്റിൻ്റെ ക്ലോത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ലെങ്ത് എടുക്കേണ്ടത് നമുക്കൊരു 25 തൊട്ട് 30 ഇഞ്ച് വരെ എടുക്കാം. ഞാനിവിടെ ഒരു 27 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ടുണ്ട്, രണ്ടറ്റവും മടക്കി അടിക്കാൻ വേണ്ടി. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വീതി വേണ്ടത് നമുക്ക് 5 ഇഞ്ച് തൊട്ട് മുകളിലേക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ 5, 5.5, 6 ആ ഒരു ഇതിലാണ്. 6 ഇഞ്ച് വരെ മാക്സിമം എടുക്കാം. 6 ഇഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഒരു 5.5 ഇഞ്ചിൽ നമുക്ക് കിട്ടും. തയ്യൽ തുമ്പ് രണ്ട് വശത്തും കുറച്ച് പോകുന്നതുകൊണ്ട് 5.5 ഇഞ്ചിൽ കിട്ടും. അപ്പോൾ ആ രീതിയിൽ നീളത്തിൽ ആ തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാസാണ്. നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്നവർക്കറിയാം, ക്യാൻവാസ് ശരിക്കും തുണിയിൽ അയൺ ചെയ്ത് പിടിപ്പിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ക്യാൻവാസിന് അധികം റേറ്റ് ഒന്നുമില്ല, വാങ്ങിക്കാനായിട്ട് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്നതാണ്. ഇത് നമ്മൾ സെയിം ആ ഒരു തുണിയുടെ അതേ നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇത് അയൺ ചെയ്തെടുക്കണം. അയൺ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാൻവാസിൻ്റെ നല്ല ഗ്ലേസിങ് ഉള്ളൊരു വശമുണ്ട്, അല്ലാതെ നോർമലായിട്ടുള്ളൊരു സൈഡുമുണ്ട്. അപ്പോൾ ഗ്ലേസിങ് ഉള്ള സൈഡ് തുണിയുടെ ചീത്ത വശത്ത് വെക്കണം. അതായത് തുണിയുടെ നല്ല സൈഡും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ടല്ലോ. ഇതിപ്പോൾ ആ ഗോൾഡൻ കാണാൻ നല്ല സൈഡും അല്ലാതെ അതിൻ്റെ മറുവശത്തുള്ളത് അതിൻ്റെ ചീത്ത സൈഡെന്ന് നമ്മൾ പറയും, ചീത്ത വശം എന്ന് പറയും. അപ്പോൾ ആ ഒരു ചീത്ത വശത്ത് വെച്ചിട്ടാണ്, അതായത് തുണിയുടെ ചീത്ത വശം നമ്മുടെ ഈ ഗ്ലേസിങ് ഉള്ള ഭാഗത്ത് ചേർന്നിരിക്കണം. അങ്ങനെയാണ് നമ്മൾ അയൺ ചെയ്യേണ്ടത്. അപ്പോഴാണ് അത് സ്റ്റിഫായിട്ട് അയണായിട്ട് വരുന്നത്. ഇനി ഇത് നന്നായിട്ട് ഹീറ്റിൽ ഒരറ്റത്ത് നിന്ന് അടുത്ത അറ്റം വരെ ഫുൾ അയൺ ചെയ്ത് വയ്ക്കുക. അയൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടിരിക്കും, നല്ല സ്റ്റിഫായിട്ടുണ്ടാവും. അപ്പോൾ ആ ക്ലോത്ത് തന്നെ. ഇനി നമുക്ക് ഈ നീളത്തിലുള്ള രണ്ട് സൈഡും, ഇപ്പം ഞാൻ കൈ തൊട്ടിരിക്കുന്ന നീളത്തിലുള്ള രണ്ട് സൈഡും നന്നായിട്ട് തയ്ച്ചെടുക്കണം. അതായത് മടക്കി തയ്ച്ചെടുക്കണം. നമ്മുടെ ചുരിദാറിൻ്റെയൊക്കെ അറ്റം മടക്കി തയ്ക്കുന്ന പോലെ, അല്ലെങ്കിൽ കൈയുടെ അറ്റം മടക്കി തയ്ക്കുന്ന പോലെ രണ്ട് പ്രാവശ്യമായിട്ട് മടക്കി തയ്ക്കാം. അപ്പോൾ ഇപ്പോൾ നീളത്തിലുള്ള വശങ്ങൾ രണ്ടും ഞാൻ മടക്കി തയ്ച്ചിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 5.5 എനിക്ക് കിട്ടുന്നത്. കാരണം 6 ഇഞ്ച് എടുത്തിട്ടുണ്ടായിരുന്നു, 1/2 ഇഞ്ച് തയ്യൽ തുമ്പിന് പോയി, ബാക്കി 5.5 ഇഞ്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു 6 ഇഞ്ചിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ച് ടോട്ടൽ കൂട്ടിയിട്ടോ ഒക്കെ എടുക്കാം. അപ്പോൾ നമ്മൾ എങ്ങനെ മടക്കി അടിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കും. ഞാനിപ്പോൾ 5.5 വരാൻ കാരണം വെച്ചാൽ തേര് വശം ഞാൻ ഒരു പ്രാവശ്യം മടക്കി അടിച്ചിട്ടുള്ളൂ. ഓപ്പോസിറ്റ് സൈഡ് മാത്രം രണ്ട് പ്രാവശ്യം മടക്കി അടിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ട് വശവും മടക്കി അടിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു 7 ഇഞ്ച് എടുക്കണം, എന്നാലേ 6 ഇഞ്ചിനുള്ളിൽ നിൽക്കുള്ളൂ. ഇനി നമുക്ക് റിബൺ തയ്ച്ചെടുക്കണം. റിബൺ ഈ അറ്റത്തുനിന്ന് ഒരറ്റത്തുനിന്ന് അങ്ങ് അറ്റം വരെ തയ്ച്ചെടുക്കാനുള്ള അത്രയും കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ തയ്ച്ചെടുക്കണം. അപ്പോൾ ആദ്യത്തെ ഏറ്റവും ഫ്രണ്ടിലത്തെ ഭാഗത്തും പിന്നെ നടുക്ക് ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ഭാഗത്തും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. റിബൺ സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിബൺ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ റിബണിൻ്റെ സെൻറ്റർ വശത്ത് വേണം സ്റ്റിച്ച് വരാനായിട്ട്. അപ്പോൾ ഇതാ റിബണിൻ്റെ രണ്ട് വശത്തും രണ്ട് രീതിയിൽ റിബൺ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടിലും സെൻറ്റർ വശത്താണ് സ്റ്റിച്ചിങ് വരുന്നത്. താഴത്തെ സൈഡിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് 1 ഇഞ്ചൊക്കെ വിട്ടിട്ട്, അല്ലെങ്കിൽ മാക്സിമം 2 ഇഞ്ചൊക്കെ വിട്ടിട്ട് വേണം. കുറച്ചും കൂടെ വലുതാണെങ്കിൽ 2 ഇഞ്ച് വിടാം, അല്ലെങ്കിൽ 1.5 മതി. അത്രയും ഭാഗം വിട്ടിട്ട് വേണം നമ്മൾ റിബൺ വെച്ചിട്ട് അടിക്കാനായിട്ട്. കാരണം അത്രയും ഭാഗം ഉള്ളിലേക്ക് പോകുന്ന വശമാണ് നമ്മൾ കൂട്ടി വെച്ചിട്ട് ഉള്ളിലേക്ക് അടിക്കുന്നതാണ്. അപ്പോൾ അതിന് മുകളിൽ വേണം റിബൺ വെച്ചിട്ട് അടിക്കാൻ. നമുക്ക് ഇതിലും കൂടുതൽ റിബൺ വേണമെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ അടിച്ച് കൊടുക്കാം, കുറച്ചും കൂടെ ഭംഗിയാവും. ഏറ്റവും കുറഞ്ഞ മിനിമം 2 എണ്ണമെങ്കിലും റിബൺ ഇതുപോലെ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ രണ്ടറ്റങ്ങളും മടക്കി അടിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ രണ്ടറ്റവും മടക്കി അടിച്ചിട്ടുണ്ട്. മടക്കി അടിക്കുമ്പോൾ ഈ രണ്ടറ്റവും നല്ല ലെവലാണോ എന്ന് നോക്കണം. ചിലപ്പോൾ നമ്മൾ റിബണൊക്കെ അടിച്ച് വരുമ്പോഴേക്കും കയറി ഇറങ്ങിയൊക്കെ വരും. അപ്പോൾ അതൊന്ന് ലെവലാക്കിയിട്ട് വേണം മടക്കി അടിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഷേപ്പ് വ്യത്യാസം വരും. ഇപ്പോൾ 2 സൈഡും മടക്കി അടിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ നീളത്തിലുള്ള 2 സൈഡ് മടക്കി അടിച്ചായിരുന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡിൽ നിന്ന് അങ്ങ് മടക്കി തുടങ്ങാം. ഒരേ ലെവലിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് ഇപ്പം ഞാൻ കാണിക്കുന്ന പോലെ തന്നെ മടക്കി തുടങ്ങാം. ഇങ്ങനെ മടക്കി അങ്ങ് അറ്റം വരെ മടക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇങ്ങനെ ഒരു മടക്കുകളുള്ളപ്പോൾ നമുക്ക് കുറച്ച് കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരറ്റത്ത് നമുക്കൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഫുള്ളായിട്ട് മടക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കുറേ മടക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ പിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ എത്ര മടക്ക് വരുന്നോ അത്രയും കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. ഓവർ മടക്ക് മാക്സിമം ഒരു 30 ഇഞ്ചൊക്കെ എടുത്താൽ മതി, അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ 27 എടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം എനിക്ക് അത്രയും വിരിഞ്ഞ് നിൽക്കുന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് അനുസരിച്ചിട്ട് കുറച്ചും കൂടെ വേണമെങ്കിൽ മടക്ക് കൂട്ടാം.
ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തെ അറ്റം കാണാത്ത രീതിയിൽ ഗോൾഡൻ ഇത് വെച്ചിട്ട് അങ്ങ് മടക്കിയെടുക്കാം, റിബൺ വെച്ചിട്ട്. അത് ഫുള്ളായിട്ട് നല്ല ടൈറ്റ് ചെയ്ത് തന്നെ മടക്കണം, എന്നാലാണ് കറക്റ്റായിട്ട് ടൈറ്റായിട്ട് ഇരിക്കുകയുള്ളൂ. അതിൻ്റെ അടിവശത്തും ഇതുപോലെ തന്നെ നമുക്ക് ഗോൾഡൻ വെച്ചിട്ട് മടക്കി വയ്ക്കാം. അപ്പോൾ ആദ്യം ഇത് അടിവശം മടക്കിയിട്ട് വേണം മുകളിലേക്കൊന്ന് റൗണ്ട് ചുറ്റാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുറ്റണ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ അടിവശം ഒന്ന് റൗണ്ടിലല്ല നേരെ തന്നെ ഇപ്പോൾ കാണിച്ച രീതിയിലൊന്ന് അടിവശം കാണാത്ത രീതിയിലൊന്ന് മടക്കുവാണ്. സെല്ലോ ടേപ്പും കൂടെ നന്നായിട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് നമ്മുടെ ഉടയാട റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി വേണ്ടത് അത് കറക്റ്റായിട്ട് നിവർത്തി വയ്ക്കണം. നമ്മൾ ഈ ആദ്യമേ വെറുതെ ഒന്ന് നമ്മളിത് കൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് റബ്ബർ ബാൻഡ് ചുറ്റി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റബ്ബർ ബാൻഡ് ഒന്ന് അഴിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ടത് നല്ല വിരിഞ്ഞ് നിൽക്കും. ഇതുപോലെ നമുക്ക് പല കളറിലും ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടെ ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ഈ ഒരു വൈറ്റും ഗോൾഡനും കൂടെ ഉള്ളൊരു ഷെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ പല ടൈപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പല റിബൺ കളർ ചേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ സൈസാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ വലുത് 6 ഇഞ്ച് 10 ഇഞ്ചൊക്കെ പല സൈസിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി എനേബിൾ ചെയ്തിട്ടാൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കണേ.